സോ നിങ്ങളൊരു അനലിസ്റ്റിൻ്റെ ജോബ് റോളാണ് നോക്കുന്നതെങ്കിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ കുറച്ച് കമ്പനീസ് ഹയറിങ് നടത്തുന്നുണ്ട്. സോ ഞാൻ ഇന്നൊരു 3 കമ്പനീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾ ജെന്യുവനായിട്ടാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. കാരണം ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ ആ കമ്പനീസിൻ്റെ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ അവരുടെ HR-ൻ്റെ ഇമെയിൽ ID കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമ്പനിയുടെ വെബ്സൈറ്റിൽ ചെന്നും ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇമെയിൽ IDയിൽ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് an interview call will be higher. സോ ടൈം ഒട്ടും വേസ്റ്റ് ആക്കുന്നില്ല. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 3 ജോബ് റോൾസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ് ആൻഡ് ഡാറ്റ അനലിസ്റ്റ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് ആദ്യത്തെ കമ്പനിയുടെ വെബ്സൈറ്റ്. കമ്പനിയുടെ പേര് ബിനിക്സ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, സോ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ വന്നതെന്ന് വെച്ചാൽ ഇതർ ജോബ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ കരിയർ. ഓക്കെ, ഇവിടെ കരിയർ എന്ന് പറഞ്ഞ ടാബാണ് കാണുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്തു, താഴോട്ട് വന്നാൽ ഓക്കെ, സോ ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ജോബ് റോൾസ് ഇപ്പോൾ ഹയർ ചെയ്യുന്നുണ്ട്. ഡാറ്റ സയൻറ്റിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് വേണ്ട ജോബ് റോൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റിന് മാച്ച് ആകുന്ന ഒരു ജോബ് റോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രൊഡക്റ്റ് അനലിസ്റ്റാണ്. സോ ഞാൻ പ്രൊഡക്റ്റ് അനലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, എനിക്കിവിടെ തന്നെ കിട്ടി. വർക്ക് ഫ്രം ഹോം ആണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലായിട്ട് ഞാൻ പോകുന്നു. സോ ഇവിടെ തന്നെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി. സോ ഏതൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കും ഈ ഒരു പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലോട്ട് വന്നെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണാൻ കഴിയും, ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, then there is a potential chance to go abroad as applicable. സോ വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോലും ഇന്ത്യയുടെ പുറത്തോട്ട് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ കമ്പനി തന്നെ പറയുന്നുണ്ട്, എംപ്ലോയീസ് നീഡ് ടു ഷോ അപ്പ് അറ്റ് ദ ഓഫീസ് ഓൺലി വെൻ ഇറ്റ് ഈസ് നെസസറി. കമ്പനി ആവശ്യപ്പെടുന്ന ടൈമിൽ മാത്രം ഓഫീസിലോട്ട് ചെന്നാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. സോ ദിസ് ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. റെസ്പോൺസിബിലിറ്റി സെക്ഷനിലോട്ട് വരികയാണെന്ന് വെച്ചാൽ ഓരോ കമ്പനിക്കും ഓരോ ജോബ് റോളും അല്ലെങ്കിൽ ഓരോ റെസ്പോൺസിബിലിറ്റിയും ഓരോ സ്കിൽ ടൂൾസും ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു ജോബ് റോള് പറയുമ്പോൾ ഓരോ കമ്പനിയുടെ വെബ്സൈറ്റിലും വരുന്നത്. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന കീവേഡ്സ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചായിരിക്കണം നമ്മുടെ റെസ്യൂമെ അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് മുഴുവനായിട്ട് വായിക്കുക. ഇവിടുന്ന് എന്ത് പോയിൻറ്റ്സ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഇവിടുന്ന് എന്ത് സ്കിൽ സെറ്റാണോ നിങ്ങളുടെ സ്കിൽ സെറ്റായിട്ട് മാച്ച് ചെയ്യുന്നത്, ആ സ്കിൽ സെറ്റിനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്യുക. ദെൻ താഴോട്ട് സ്കില്ലിലോട്ട് വരുമ്പോൾ അവർ പറയുന്നുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ബിസിനസ് എക്കണോമിക്സ് മാത്തമാറ്റിക്സ് ഓർ എനി റിലേറ്റഡ് ഫീൽഡ്. ഓക്കെ, സോ എനി റിലേറ്റഡ് ഫീൽഡ്. സോ ഏതൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ ആൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, എയ്തർ ബിസിനസ് അനലിറ്റിക്സ് ഓർ പ്രൊഡക്റ്റ് അനലിറ്റിക്സ്. ഓക്കെ, അതായത് ഈവൻ ഇഫ് ഒരു ഫ്രഷർ എന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. കാരണം നമ്മളുടെ റെസ്യൂമിൽ നല്ലൊരു പ്രൊജക്റ്റ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ടൈമിൽ നമ്മൾ HR-ൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഹയറിംഗ് മാനേജറിൻ്റെ അടുത്ത് നമുക്ക് ജോലി ചെയ്യാൻ ഒരു വിൽ പവർ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് അവിടെ തെളിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഒബിയസ്ലി സെലക്ഷൻ കിട്ടും. ഓക്കെ, സോ ഈ എക്സ്പീരിയൻസിൻ്റെ കാര്യത്ത് ആരും ഡൗൺ ആവരുത്. ഈവൺ ഇഫ് യു ആർ എ ഫ്രഷർ ട്രൈ ടു അപ്ലൈ. ഓക്കെ, ദെൻ അവർ പറയുന്നുണ്ട് സ്ട്രോങ് വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, ഇത് ആഡ് ചെയ്യാം. സോളിഡ് ഡോക്യുമെൻറ്റേഷൻ സ്കിൽ. ഓക്കെ, ദെൻ എക്സ്റ്റെൻസീവ് നോളേജ് ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഓക്കെ, സോ മൈക്രോസോഫ്റ്റിൻ്റെ ടൂൾസിൽ അതായത് പവർ പോയിൻറ്റ്, എക്സൽ, വേർഡ് ഈ ഒരു ടൂൾസിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ടൂൾസിലെല്ലാം നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് ഷോക്കേസ് ചെയ്യാം. ദെൻ അബിലിറ്റി ടു വർക്ക് അണ്ടർ പ്രഷർ. സോ ഇവിടെ നിന്ന് കിട്ടുന്ന കുറേ കീവേഡ്സ് ഉണ്ട്. ഇതെല്ലാം ആപ്ലിക്കേഷനിൽ മാച്ച് ചെയ്യുക. ഇതെല്ലാം വായിച്ചതിന് ശേഷം ടോപ്പിലോട്ട് വരിക. ദെൻ ഇവിടെ അപ്ലൈ ഫോർ ദിസ് പൊസിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ദെൻ നമ്മുടെ റെസ്യൂം അറ്റാച്ച് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. രണ്ടാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ഡാറ്റ അനലിസ്റ്റ് ഇൻ പവർ BI. അതും സെയിം കമ്പനിയിൽ തന്നെയാണ്. സോ നേരത്തെ കാണിച്ച പോലെ മേലെ ഞാൻ ഇവിടെ നിന്ന് ഡാറ്റ അനലിസ്റ്റ് സെർച്ച് ചെയ്യാണ്. സോ ഇതാണ്
ഞാൻ ഉദ്ദേശിക്കുന്ന ജോബ് റോൾ ഡാറ്റ അനലിസ്റ്റ് പവർ ബി ഐ. അവർ പവർ ബി ഐയുടെ ടൂൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. പവർ ബി ഐ യൂസിങ് ഡാക്സ് ആൻഡ് പവർ ക്വറി എക്സെട്ര. കീ സ്കിൽസിലോട്ട് വന്നാൽ അവർ SQL മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേലെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്, പിന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് പവർ ബി ഐ യൂസിങ് ഡാക്സ് ആൻഡ് പവർ ക്വറി എക്സെട്ര. സോ ഇവിടെ നിന്ന് കിട്ടുന്ന മാക്സിമം ഇൻഫർമേഷൻസ് ഇവിടെ നിന്ന് കിട്ടുന്ന മാക്സിമം കീവേഡ്സ് നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടത് മേലോട്ട് വന്നാൽ ഇവിടെയായിരിക്കും നമ്മൾ അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. ഇതെല്ലാം ഫില്ല് ചെയ്യുക, നമ്മുടെ റെസ്യൂമെ അറ്റാച്ച് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. സോ നിങ്ങൾ ഇങ്ങനെ അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഇമെയിൽ ID കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കുന്നത്. സോ ഇതാണ് ഈ കമ്പനിയുടെ ഇമെയിൽ ID. സോ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഈ ഇമെയിലോട്ട് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയിട്ടും അപ്ലൈ ചെയ്യും. അടുത്ത ജോബ് റോൾ എന്ന് പറയുന്നത് ബിസിനസ് അനലിസ്റ്റാണ്. ആമിയ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡാണ് ഹയർ ചെയ്യുന്നത്. സോ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ ഈ കമ്പനിയുടെ കരിയർ ഓപ്ഷനിൽ വരിക കറണ്ട് ഓപ്പണിങ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ നമുക്ക് ഈ കമ്പനിയിൽ ഏതൊക്കെ ജോബ് റോൾസ് ഓപ്പൺ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ബിസിനസ് അനലിസ്റ്റാണ്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ നല്ലപോലെ വായിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടാവുന്ന കീവേഡ്സ് നമ്മുടെ റെസ്യൂമിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ടും അതിന് ശേഷം മാത്രം നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുക. ഇവിടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മതി. മാസ്റ്റേഴ്സ് ഡിഗ്രി ഈസ് എ പ്ലസ്. ഞാൻ സൂം ചെയ്യാം. ദെൻ സ്ട്രോങ് അനാലിറ്റിക്കൽ സ്കിൽ, ദെൻ വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ദെൻ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ടൂൾസ് അറിഞ്ഞിരിക്കണം, ദെൻ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിരിക്കണം. സോ ഇങ്ങനെയുള്ള കീവേഡ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള കീവേഡ്സ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്യാം. സോ ഇവിടെ അവർ എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു ജോബ് പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ജൂനിയർ പൊസിഷനിലോട്ടാണ്. ഓക്കെ, സോ ഇത് ഫ്രഷർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളത് അപ്ലൈ ചെയ്യാൻ നോക്കുക. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇതെല്ലാം ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ റെസ്യൂം അറ്റാച്ച് ചെയ്യാം. ദെൻ സബ്മിറ്റ് കൊടുക്കാം.